ചാനലാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായ ഒരുപാട് കുറവുകളുണ്ടാവും. കറക്റ്റായിട്ട് സംസാരിക്കാനോ കറക്റ്റായിട്ട് ക്യാമറയിലോട്ട് നോക്കി പറയാനോ പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ, അതും ചുറ്റിനും ഒരു മനുഷ്യനില്ല എന്ന് ഉറപ്പ് വന്നിട്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് രാവിലെ തുടങ്ങി ഒരു വീഡിയോ എടുക്കണം, ഇൻട്രോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എന്ത് ഇൻട്രോ എടുക്കും, എങ്ങനെ എടുക്കും, ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ രാത്രിയായിപ്പോൾ ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഓരോ വീഡിയോ ഇടാം, എന്തായാലും തുടങ്ങണം, അതൊരാഗ്രഹമാണ്. അതിൻ്റെ പേരിൽ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി. യൂട്യൂബ് ചാനലിൻ്റെ പേര് വിവേക് ഈസ് വേൾഡ് വ്ലോഗ് എന്നാണ്. പേര് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, വീഡിയോ ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇവിടെ കുവൈറ്റിൽ ഹൗസ് ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. ഞാനപ്പോൾ അത്യാവശ്യം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. കുവൈറ്റിലായാലും സൗദി അത്യാവശ്യം സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പം ഞാൻ പോണ യാത്രകൾ അത് വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർ പോകുമ്പോൾ ക്രിഞ്ച് പോലെ കുഴപ്പമില്ല, എല്ലാം റെഡിയാവും. എല്ലാം അങ്ങനെയാണല്ലോ, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ വെൽക്കം എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടണുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ലൈറ്റും വെളിച്ചവും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും കേട്ടോ. ഇപ്പോഴത്തെ തൊട്ടടുത്തൂടെ ഹൈവേ ആണ് പോണേ. അപ്പോൾ ഹൈവേ പോണതുകൊണ്ട് ഇത്തിരി സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ മാറി നടക്കാം, അതാണ്. അപ്പം ഒന്നുമില്ല, ഞാൻ എവിടെയൊക്കെ പോകണോ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ പുതിയ ക്യാമറയും അല്ലെങ്കിൽ പുതിയ ഫോൺ എന്തെങ്കിലുമൊക്കെ മേടിച്ച് സെറ്റായി നല്ല ക്ലാരിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാം. അതിപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അത്ര എനിക്ക് ഞാൻ അധികം സംസാരിക്കാത്ത ആൾക്കാരാണ്. ഞാനങ്ങനെ അത്ര അങ്ങോട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കണം. അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിച്ചം നല്ല രീതിയിൽ കുറവുണ്ടല്ലേ, അങ്ങനെയൊക്കെ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം നമ്മുടെ ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരൊക്കെ നോക്കണം, എന്താണ് അവൻ കാണിക്കുന്നത്, എന്താ സംഭവം. ഞാനൊരു ക്യാമറയിലേക്കാണോ ഡിസ്പ്ലേയിലേക്ക് വേണോ നോക്കി സംസാരിക്കുന്നത്, ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടില്ല. എന്തായാലും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, പോരായ്മകൾ കമൻ്റ് അടിക്കണം. എന്താണെങ്കിൽ കമൻ്റ് അടിച്ചു കാണാലോ, നമുക്ക് കമൻ്റ് അടിക്കാൻ ആളുണ്ടെന്നൊന്നും അറിയാലോ. അപ്പം ബെല്ലൈക്കനെ അടിക്കണം, എല്ലാം അവിടെ അടിക്കി, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ അല്ലേ. ഇതാണ് ഞാൻ നടന്ന ഇൻട്രോ, എൻ്റെ ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്ന സ്ഥലം. ഇത് മറക്കാമല്ല, അത് മെയിൻ റോഡ് ഹൈവേ ആണ് പോണത്. അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു ഷോപ്പിംഗ് മാളുണ്ട്, അവന്യൂസ് എന്ന് പറയും. ഞാനിവിടെ കുവൈറ്റിൽ ഒമരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഒമരിയ എന്ന് പറഞ്ഞാൽ ഫർവാനിയുടെ തൊട്ടടുത്ത്. ഈ കുവൈറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റുമത്. എൻ്റെ വീട്ടിലേക്കുള്ള ചെറിയൊരു വഴിയാണത്. അങ്ങോട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ എത്തിക്കണത്. വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ വീഡിയോ. എങ്ങനെയൊക്കെയാണ് വീഡിയോൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഇടണ്ടേ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് ഞാൻ ആരെങ്കിലൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യും, ഇങ്ങനെ ഇടണ്ട, അങ്ങനെയല്ല, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുമല്ലോ. ഇതിപ്പോൾ പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ഓരോന്ന് മനസ്സിലാക്കണത്. ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഈ വഴി കയറണം. ഇവിടെ ഓരോ വീട്ടിൽ ബോട്ടൊക്കെയാണ്. എന്തൊക്കെ വണ്ടി അടിപൊളി. എന്തൊക്കെ സംസാരിക്കുക. ഈന്തപ്പഴം ഉണങ്ങി കിടക്കണം. ഈന്തപ്പഴം വെള്ളം ഒഴിക്കേണ്ട. ഇവിടെ കുവൈറ്റിൽ അത്യാവശ്യം ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയല്ലേ കുവൈറ്റ്, ഒരു ചെറിയ കൺട്രിയാണ്, അടിപൊളിയാണ്. സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലേ, ഞാൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു
10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 20 ഇല്ലാന്ന് തോന്നുന്നു, 15 കിലോമീറ്റർ ഉണ്ടാവും എൻ്റെ വീട്ടിലേക്ക്. ഞാനേ ഏകദേശം വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇത് കണ്ട പഴയ ഒരു വണ്ടി എടുക്കണ്ട. ഇത് ഷെവർലയുടെ വണ്ടിയാണോ, ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ് കണ്ട. അടിപൊളി ഒക്കെ ഇങ്ങനെ കിടന്ന് നശിക്കണ പോലെയാണ് അത്. അവിടെ ആയിട്ടൊരു മസ്ജിദുണ്ട്, നല്ല വലിയ പള്ളിയാണ് കേട്ടോ, നല്ല രസമാണ്. അവിടെ പോകുമ്പോൾ നല്ല വൈബാണ്. അതൊരു സ്കൂളാണ്, ആ ലൈറ്റ് എത്തി കിടക്കണുണ്ടോ, അതൊരു സ്കൂളാണ്. അപ്പുറത്തൊരു ദുവാനിയുണ്ട്. ദുവാനി എന്ന് പറഞ്ഞാൽ ഇവിടെ അറബികളൊക്കെ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്, അവരവരുടെ സമയം എൻജോയ് ചെയ്യണത്. ഇവിടുത്തെ വീടുകളിലൊക്കെ നല്ല നല്ല വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുവൈറ്റിൽ വന്നിട്ട് ഏകദേശം മൊത്തത്തിലൊരു 5 കൊല്ലമായി. ഇപ്പം നാട്ടിൽ പോയി വന്നിട്ടൊരു 2 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം 1 മാസം കഴിഞ്ഞ്. ഈ വഴി പോയി അവിടെ റൈറ്റ് സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യണ വീട്. നമ്മൾ ഹൗസ് ഡ്രൈവറാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കഫീലൊക്കെ ഖത്തറിൽ പോയേക്കണ കാരണം വേറെ പണിയൊന്നുമില്ല, അതാണ് സത്യത്തിൽ. കണ്ട ബോട്ടൊക്കെ ഉണ്ട്. വീഡിയോ നല്ല ഷേക്കിംഗ് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല ക്യാമറയൊക്കെ എടുത്തിട്ട് നല്ല വീഡിയോസ് ഇട്ടുതരാം. ഇതാണ് ഞാൻ വർക്ക് ചെയ്യണ വീട്. ഇതാ കിടക്കുന്ന വണ്ടിയുണ്ട്, ടൊയോട്ടയുടെ സെക്യൂയ എന്ന് പറയും. ഇതാണ് ഞാൻ ഓടിക്കണ എൻ്റെ വണ്ടി. പുലിക്കുട്ടിയാണ്. കിളവന് ആദ്യം ഒരു ലാൻഡ് ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് പുള്ളി ഇങ്ങനത്തെ വണ്ടീനോടുള്ള ഒരു ക്രൈസും കൊണ്ട് ഗിയർ വണ്ടി എടുത്തതാണ്. ഇതൊക്കെ എൻ്റെ വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക്കാണ്, ബാക്കി എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക്കാണ്. ഇത് ഗിയർ വണ്ടി എടുത്തതാണ്. കൊള്ളാം. ഈ വഴി ഇങ്ങനെ ചെന്ന് അവിടെ മുകളിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ റൂം. പക്ഷേ അവിടെ ഇരുട്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, കാരണം ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. നാളെ എൻ്റെ ഡ്യൂട്ടി അനുസരിച്ചിരിക്കും ഞാൻ നാളെ പുറത്ത് പോണതിൻ്റെ വീഡിയോ ഇടുന്നത്. അതല്ലെങ്കിൽ ഞാൻ വൺ ഡേ എന്തൊക്കെയാണ് സംഭവം നടക്കണേ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ പുറത്ത് പോകുമ്പോൾ അതിൻ്റേതായ വീഡിയോകൾ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അതെന്തായാലും ഒന്ന് നിങ്ങളൊന്ന് ക്ഷമിക്ക്. നല്ലൊരു ഫോണൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കണത് മാറിപ്പോണ്ട്, ക്യാമറയിലേക്ക് എടുക്കുമ്പോൾ ഇടയ്ക്ക് സ്ക്രീനിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സബ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ എന്നാൽ.